ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി.ജെ.പിയുടെ സംഘടനാ ചുമതല അതിൻ്റെ നേതൃതലത്തിലേക്ക് വരുമ്പോൾ ബി.ജെ.പി ദേശീയ നേതൃത്വം ഒരു പക്ഷേ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക ബി.ജെ.പിയുടെ നിലവിലുള്ള പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം പരമ്പരാഗത സ്വാധീന മേഖലകൾക്കപ്പുറമുള്ള ഒരു വളർച്ചയാവാം. പ്രത്യേകിച്ച് ഈ ഇടത് ഒപ്പം UDF വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തുക, അവിടെ നിന്നുള്ള കൂടുതൽ നേതാക്കളെ ആകർഷിക്കാൻ കഴിയുക, അതല്ലെങ്കിൽ കൂടുതൽ വോട്ടുകൾ അവിടെ നിന്ന് സമാഹരിക്കുക, അത്തരമുള്ള വലിയ വെല്ലുവിളികൾ രാജീവ് ചന്ദ്രശേഖറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത എത്രമാത്രമുണ്ട്? പരമ്പരാഗത ബി.ജെ.പിയെ പോലെയുള്ള ബി.ജെ.പിക്കകത്തെ സുരേന്ദ്രനെ പോലെയുള്ള അല്ലെങ്കിൽ പ്രവർത്തന പരിചയമുള്ള നേതാക്കൾക്കപ്പുറം എന്ത് സാധ്യതയാണ് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൽ നിർവഹിക്കാൻ കഴിയുക? സൈത്ത്, ഡൽഹിയിലുമൊക്കെ ബി.ജെ.പി പരീക്ഷിച്ച് വിജയിച്ച ഒരു വലിയ പ്രധാനപ്പെട്ട തന്ത്രമുണ്ട്. കാരണം നമുക്കറിയാം, പുതിയ വോട്ടർമാർ എപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാണ്. അതുപോലെ തന്നെ പുതിയ യുഗത്തിൽ ഉള്ള വോട്ടർമാർ നിർണായകമാണ് ആധുനിക കാലഘട്ടത്തിലൊക്കെ. ഇതനുസരിച്ചുള്ള ചില നീക്കങ്ങൾ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം. പരമ്പരാഗതമായി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ, സ്ഥിരം രാഷ്ട്രീയക്കാരെ മടുത്ത അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളും പോരുകളും മറ്റും മടുത്ത പുതിയ വോട്ടർമാർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാതിരിക്കുന്ന പല ആളുകൾ ഒരുപക്ഷെ ബി.ജെ.പിയിലേക്ക് കടന്നു വരാൻ നമുക്കറിയാം. കർണാടകയിലും ഡൽഹിയിലുമൊക്കെ ബി.ജെ.പി പല യുവരക്തങ്ങളെയും ഇത്തരത്തിലുള്ള ടെക്നോക്രാറ്റുകളായിട്ടുള്ള IT മേഖലകളിൽ പ്രവർത്തിക്കുന്ന, മറ്റു മേഖലകളിൽ വിദേശകാര്യ മേഖല മറ്റും പ്രവർത്തിക്കുന്ന നിരവധി ആളുകളെ അവതരിപ്പിച്ച് വിജയിച്ച ഒരു ചരിത്രം കൂടി ബി.ജെ.പിക്കുണ്ട്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും മടിക്കുന്ന ഈ മേഖലകളിലേക്ക് കടന്നു വരികയാണ് ബി.ജെ.പി ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണ തന്ത്രങ്ങൾ. വൈകിയാണ് ഇവിടെ അദ്ദേഹത്തെ അവതരിപ്പിച്ചത് എങ്കിൽ പോലും തീരദേശ മേഖലയിലായാലും നഗരമേഖലയിലായാലും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നുള്ളത് നേരിട്ട് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള പരിഹാരവുമായാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഈ മേഖലകളിലേക്ക് കടന്നു എന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കണം. പ്രത്യേകിച്ചും ഈ മുതലപ്പുഴയിലൊക്കെയുള്ള നിരവധിയായ ഹാർബറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം പ്രത്യേക പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് ജനങ്ങൾക്കിടയിൽ എത്തിച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം പ്രവർത്തിച്ചത് എന്നുകൂടി ചേർത്ത് വെക്കണം. ഇത്തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങളിൽ വലിയ പ്രയോജനം ബി.ജെ.പിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നഗരത്തിലെ ഈ മണ്ഡലത്തിലെ 4ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി 1ാം സ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നിലയിൽ എത്തിയിരുന്നു എന്നത് പ്രധാനമാണ്. 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തരൂരുമായി കേവലം 15,000 വോട്ടുകൾക്ക് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യം സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിക്കാനും ആധുനികമായ പല തന്ത്രങ്ങളും ആധുനികമായ പല കാഴ്ചപ്പാടുകളും പാർട്ടി നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും എത്തിക്കാനും രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിനുണ്ട്. ഇതിന്റെയൊക്കെ പരിണിത ഫലമാണ് പരമ്പരാഗതമായ രാഷ്ട്രീയക്കാരെ, സ്ഥിരം രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള താരതമ്യേന പുതുമുഖമായ ഒരാളെ, ടെക്നോക്രാറ്റായ ഒരാളെ അവതരിപ്പിക്കുന്നതിലൂടെ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വളരെ വ്യക്തമായ സന്ദേശം രാജീവിനുണ്ടായിരുന്നു. താനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോഗ്യനാണ് എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതുകൂടി ഇതിലൂടെ ചേർത്ത് വെക്കേണ്ടി വരും. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 1 മാസമായെങ്കിലും കുറഞ്ഞത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് താൻ സജീവ രാഷ്ട്രീയം ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കാനെത്തിയപ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകളുടെ പ്രവൃത്തി അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു. അതിനുള്ള പരാതി ആദ്യഘട്ടത്തിൽ അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. തന്നെ അംഗീകരിക്കാൻ പാർട്ടിയിലെ ചില നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളത്. പക്ഷേ അതിനെ അതിജീവിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം സ്വന്തമായി നടത്തിയാണ് തിരുവനന്തപുരത്ത് ഇത്രയധികം വോട്ടുകൾ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുകൂടി ചേർത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായും ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് രാജീവിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രതീക്ഷയുണ്ട്, നേതൃപാടവത്തിൽ പ്രതീക്ഷയുണ്ട്. ആധുനികമായ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കാൻ കഴിവുള്ള ഒരു നേതാവ്, ഒരു വ്യക്തി എന്ന തരത്തിലുള്ള പ്രതീക്ഷയും കൂടിയുണ്ട്. ഇതിനിടയിൽ നമുക്കറിയാം, മോദി മന്ത്രിസഭയിലെ വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രി എന്ന ഖ്യാതി കൂടി രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മന്ത്രിസഭയിൽ 3ാം ടേം ഉൾപ്പെടുത്താതിരുന്ന കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൂടി ചേർത്ത് വെക്കണം. ഇങ്ങനെ നേരത്തെയും ഇത്തരത്തിലുള്ള പല നേതാക്കളെയും വളർത്തിയെടുത്ത പശ്ചാത്തലം കൂടി ബി.ജെ.പിക്കുണ്ട്. നമുക്ക് ഉദാഹരണമായി എടുത്താൽ അങ്ങനെ ഒരുപിടി ആളുകളുണ്ട്. അവർക്ക് എന്തുകൊണ്ട്
മന്ത്രിസഭയിൽ സ്ഥാനം നൽകുന്നില്ല, പാർട്ടിയിൽ സ്ഥാനം നൽകുന്നില്ല എന്ന പല ചോദ്യങ്ങളും ഉയരുമ്പോഴും പിന്നീട് നേതൃത്വം ഒളിപ്പിച്ചു വെച്ച പല സസ്പെൻസുകളും പല നേതാക്കളുടെയും കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടപ്പോൾ മോദി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ വളരെ കൃത്യമായി തന്നെ BJP ദേശീയ നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖറിന് ഇനി എന്താണ് BJP രാഷ്ട്രീയത്തിൽ റോൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അവർക്ക് മനസ്സിലായി എന്ന് വേണം കണക്കാക്കാൻ. അതനുസരിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നു. സ്വാഭാവികമായും 20% എത്തി നിൽക്കുന്ന BJP ഒരു വോട്ട് നിലയുണ്ട്. അത് കെ സുരേന്ദ്രന്റെ പ്രാഗൽഭ്യം കൊണ്ട് തന്നെയാണ് എന്നത് ചേർത്ത് വെക്കണം. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന പല സമുദായങ്ങളുണ്ട്, പല സാമുദായിക നേതാക്കളുണ്ട്, ഒപ്പം യുവരക്തം അല്ലെങ്കിൽ യുവത്വം എന്നുള്ള വലിയ ഘടകമുണ്ട്. ഇതിനെ കുറച്ചുകൂടി ഉറപ്പിച്ചു നിർത്താനും ഇതുവരെ BJP അടുക്കാതിരുന്ന പല വോട്ട് ബാങ്കുകളും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറയുടെ വോട്ടുകളുണ്ട്, പുതിയ കടന്നു വരുന്ന പുതിയ വോട്ടർമാരുണ്ട്, നഗര കേന്ദ്രീകൃതമായ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും അത്തരത്തിലുള്ള തിരുവനന്തപുരം, എറണാകുളം പോലെയുള്ള നഗര കേന്ദ്രീകൃതമായ മേഖലയിലെ വോട്ടുകളുണ്ട്. ഒപ്പം ഈ രാഷ്ട്രീയത്തോട് പൊതുവെ അകൽച്ച കാണിക്കുന്ന യുവാക്കളുണ്ട്. ഇവരെയൊക്കെ പാർട്ടിയോട് അടുപ്പിക്കുക, പാർട്ടിയുടെ പുതിയ പുതിയ സംവിധാനങ്ങൾ അവരെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം BJP അല്ലെങ്കിൽ മോദി സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന പല പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും സംസ്ഥാനത്ത് ആ തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നില്ല എന്ന വലിയൊരു പരാതി BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. അത് പരിഹരിക്കുക എന്ന വലിയൊരു ലക്ഷ്യം കൂടി രാജീവ് ചന്ദ്രശേഖറിന്റെ മുമ്പിലുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അദ്ദേഹം അത് ആ തരത്തിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും എന്നും BJP കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ അതായത് പുതിയ സംസ്ഥാന അധ്യക്ഷൻ കടന്നു വരുന്നു. അത് BJPക്ക് എന്ത് ഗുണം ചെയ്യും എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. രഞ്ജിത്ത് വരാം. വിനോദ്, രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ BJP ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും ഇതുവരെ കാര്യമായി ഫലം കാണാത്ത ഇടമാണ് കേരളം. കാരണം കേരളത്തിന് മറ്റൊരു രാഷ്ട്രീയ ഭൂമികയുണ്ട്. അത് ഏറെക്കുറെ വലിയ മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. ആ ഇടത്തേക്കാണ് രാജീവ് ചന്ദ്രശേഖർ പുതിയ ദൗത്യമായി വരുന്നത്. നമുക്ക് മുന്നിലുള്ളത് മുമ്പ് കുമ്മനം രാജശേഖരൻ വന്ന് കാര്യമായ ചലനം ഉണ്ടാക്കിയില്ലെന്ന് BJP തന്നെ വിലയിരുത്തിയ ഒരു കാര്യമുണ്ട്. അവിടേക്ക് രാജീവ് ചന്ദ്രശേഖർ കടന്നു വരുമ്പോൾ BJP സംഘടനാ മികവും അതിനപ്പുറം രാജീവ് ചന്ദ്രശേഖരന്റെ സ്വീകാര്യതയും യുവ വോട്ടർമാരെ അടക്കം സ്വാധീനിക്കാനുള്ള കഴിവുകളും ഇതൊക്കെ ക്രോഡീകരിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല. കേരളത്തിൽ നിന്നും വലിയ വിജയങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കം അതാണ് BJP കാണുന്നത്. അങ്ങനെ കരുതേണ്ടി വരുമോ? സജിത്ത്, ഈ ഉപരിവർഗ മധ്യവർഗ വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP പ്രധാനമായും ലക്ഷ്യം വെച്ചത്. കാരണം ഇടത്തരം കുടുംബങ്ങൾ അല്ലെങ്കിൽ ഉപരിവർഗ കുടുംബങ്ങൾ അങ്ങനെയുള്ള വോട്ടുകൾ പ്രധാനമായും. മറ്റൊന്ന് സാമുദായികമായ വോട്ടുകളാണ്. എല്ലാ സാമുദായിക നേതാക്കന്മാരെയും കാണാനും അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാനും ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരു പടി കൂടി മുന്നോട്ട് പോയി. അദ്ദേഹം ഈ അടിസ്ഥാന വർഗ്ഗ ജനവിഭാഗങ്ങളെ കൂടി കാണുന്ന തരത്തിൽ, വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. നമ്മൾ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ പ്രസിഡൻ്റായി എത്തുമ്പോഴും അദ്ദേഹം അപ്ലൈ ചെയ്യുന്ന ഒരു രീതി അതങ്ങനെ ആകാം എന്ന് നമുക്ക് കരുതാം. ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പോവുക, അവരുടെ പ്രശ്നങ്ങൾ, അതായത് അവർ നേരിടുന്ന ഇപ്പോൾ തീരശോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ മാപ്പൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അവിടെ വിവരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് വരുന്നു, പുലിമുട്ട് എവിടെയൊക്കെയാണ് വേണ്ടത്, അതെല്ലാം അദ്ദേഹം അവരോട് അങ്ങോട്ട് വിവരിച്ച് തന്നെ വിജയിപ്പിച്ചാൽ ഇതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം ഒരു ഉറപ്പായി നൽകുകയാണ്. അതൊരു പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കൃത്യമായി വിവരിച്ചു കൊണ്ടുള്ളൊരു സ്ഥാനാർത്ഥി പര്യടനം, അതൊരു പക്ഷേ പുതുമയുള്ള ഒരു കാര്യമായിരുന്നു തിരുവനന്തപുരത്ത്. പിന്നെ ഹൈടെക് തലത്തിലുള്ള ഈ പ്രചരണ രീതികൾ, അത് അദ്ദേഹം കൃത്യമായി ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ കൃത്യമായ സംവിധാനം അത് തിരുവനന്തപുരത്തേക്ക് എത്തുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തു. അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു ബിസിനസ് മേഖലയിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ, പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാൾ, ആ രാഷ്ട്രീയത്തിലും കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയി, രാജ്യസഭാ അംഗമായി, അങ്ങനെ രാഷ്ട്രീയത്തിലും ആ കളത്തിലും നിറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള രീതിയുണ്ട്. ഈ ഒരു കാര്യം തന്നെയാണ് വിശ്വാസത്തിലെടുത്ത് കേന്ദ്ര നേതൃത്വം
അദ്ദേഹത്തെ പുതിയ ചുമതല ഏൽപ്പിക്കുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇതുവരെയുള്ള രീതിയുണ്ട്. പക്ഷേ രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രമാനുഗതമായി ഇവിടെ വോട്ട് വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്, വിജയങ്ങൾ നേടുന്നൊരു സാഹചര്യമുണ്ട്. BJPക്ക് തീർത്തും അന്യമായിരുന്ന ഒരു ഭൂമികയായിരുന്നു കേരളം. നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് BJPയെ എങ്ങനെയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്? തീർത്തും ശോഷിച്ച ഒരു പാർട്ടി, എല്ലാ കാലത്തും വോട്ട് മറിക്കലിൻ്റെ ആരോപണം മാത്രം നേരിട്ടിരുന്ന ഒരു പാർട്ടിയാണ്. അതായത് LDFനോ UDFനോ വോട്ട് മറിക്കുന്നു, 3000 മുതൽ 5000 വരെ വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങൾ, അവിടെ ഈ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്നുവെന്ന പേരുദോഷം മാത്രം കേട്ടിരുന്ന ഒരു പാർട്ടിയാണ്. മെല്ലെ മെല്ലെ അത് രാജ്യത്ത് BJP വളരുന്നതിനനുസരിച്ച് ആ വേഗത്തിലല്ലെങ്കിലും കേരളത്തിൽ അവർക്ക് വേരോട്ടമുണ്ടായി, പലയിടങ്ങളിലും വിജയിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് മെല്ലെയാണ്, ക്രമാനുഗതമായ വളർച്ച ഉണ്ട് താനും. പക്ഷേ അവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് യുവ വോട്ടർമാർ, യുവജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു മുഖം. ഇപ്പോൾ ശശി തരൂരിൻ്റെയൊക്കെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ 4 തവണയായി ജയിക്കുന്നു. അദ്ദേഹം ആദ്യം വന്നിറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഏറ്റെടുത്തത് ഈ കലാലയങ്ങളിലെ കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, യുവജനങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ഫാൻ ബേസ് നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു ആരാധക വൃന്ദം നോക്കിക്കഴിഞ്ഞാൽ യുവാക്കൾക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹം 4 ടേമാകുന്നു, അദ്ദേഹത്തിന് പ്രായം വർദ്ധിക്കുന്നു, ഇപ്പോൾ പാർട്ടിയിൽ കലാപം ഉണ്ടാക്കുന്നു. അതെല്ലാം ആണെങ്കിലും ശശി തരൂരിന് ഒരു ഫാൻ ബേസ് നോക്കുമ്പോൾ യുവാക്കളുടെ വലിയ പിന്തുണ ഇപ്പോഴും ശശി തരൂരിനുണ്ട്. അങ്ങനെ ഒരു മുഖമാണ്. സുരേഷ് ഗോപിയുടെ കാര്യത്തിലും ആ നിലയ്ക്ക് തന്നെയാണ്. യുവാക്കളുടെ, വനിതകളുടെ ഒക്കെ തന്നെ വലിയൊരു പിന്തുണ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ, ഈ പരമ്പരാഗതമായി BJP നയിച്ച ഒരു പാതയുണ്ട്, അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കാൻ എടുത്ത തന്ത്രങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ചടുലമായ ചില നീക്കങ്ങൾ, ചില പദ്ധതികൾ, ഇതെല്ലാം തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞാൽ, കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ആളുകളുമായി അങ്ങനെ സംവദിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ ചലനങ്ങൾ BJP പ്രതീക്ഷിക്കുന്നു. അത് ഈ സംഘടനാ സംവിധാനം കേരളത്തിലെ സംസ്ഥാനത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ചലനമല്ല. അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും വേഗത്തിലുള്ള വിജയം, അതായത് ഇനിയും കാത്തിരുന്നുള്ള വിജയങ്ങളല്ലാതെ വളരെ പെട്ടെന്നുള്ള വിജയങ്ങൾ ചില മണ്ഡലങ്ങളിലെങ്കിലും സംഭവിക്കും. ചില പോക്കറ്റുകളിലെങ്കിലും BJP അതിശക്തമായി കയറി വരുന്ന സാഹചര്യമുണ്ടാകും. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്. തിരുവനന്തപുരം പോലുള്ള നഗരസഭകൾ, അത് വലിയ പ്രതീക്ഷ വയ്ക്കുന്ന നഗരസഭയാണ് BJP. അവിടെ ചില ആക്ഷൻ പ്ലാനുകൾ നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ നിലയ്ക്ക് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആൾ, അങ്ങനെ ഒരു ടെക്നോക്രാറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ ഒരാൾ വരുമ്പോൾ അത് ചില മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് BJP കരുതുന്നു. പരീക്ഷണമാണ്, നഷ്ടപ്പെടാൻ മറ്റൊന്നുമില്ല എന്ന് തന്നെ അവർ കരുതുന്നു. ചില സീറ്റുകൾ ജയിച്ചു എന്നതിനപ്പുറത്തേക്ക് കേരളം പിടിക്കുക. അമിത്ഷാ വന്നിട്ട്, നരേന്ദ്രമോദി വന്നിട്ട് പല പ്രസംഗങ്ങളിലും, പല തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലും പറയുന്നത് കേരളം ഇത്തവണ പിടിക്കും എന്നാണ്. പക്ഷേ ഈ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നേട്ടങ്ങളുണ്ടാകുന്നു എങ്കിലും അത് ശാശ്വതമായി വലിയ വിജയങ്ങളായി മാറുകയോ അല്ലെങ്കിൽ നിലനിർത്താൻ കഴിയുന്ന വിജയങ്ങളാണെന്ന് അവർക്ക് പോലും ഉറപ്പില്ലാത്ത വിജയങ്ങളായി തീരുകയോ ചെയ്യുന്നുണ്ട്. അവിടെയാണ് സമൂലമായ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടുകൂടിയാകാം ഇങ്ങനെ ഒരു പുതിയ മുഖത്തിന് അവസരം നൽകിക്കൊണ്ടുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കമെന്ന് കരുതേണ്ടി വരും. സൈത്ത്. യെസ്, രഞ്ജിത്ത്, വിനോദ് പറഞ്ഞതുപോലെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത സ്റ്റേറ്റാണ് കേരളം. കാരണം ഇവിടെ ഭരണം നഷ്ടപ്പെടുമെന്ന പ്രശ്നമില്ല. വോട്ട് ഷെയറിൽ ഒരു പക്ഷേ കുറവ് വന്നോ എന്ന ആശങ്ക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഇടത്ത് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നൽകുക തമിഴ്നാട്ടിൽ സംഭവിച്ചത് തന്നെയാണ്. അത് തന്നെ കേരളത്തിലും നടക്കുമ്പോൾ രഞ്ജിത്ത്, അവശേഷിക്കുന്ന ഒരു സംശയം, നമുക്കറിയാം കേരളത്തിലെ പാർട്ടിയിൽ, കേരളത്തിലെ BJPയിൽ പല നേതാക്കളുണ്ട്, പല നേതാക്കൾക്കിടയിലും ഭിന്നതയുണ്ട്. അതൊക്കെ പല ഘട്ടങ്ങളിലും പരസ്യമായിട്ടുള്ളതുമാണ്. അങ്ങനെ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ കൊണ്ടുവരേണ്ടി വന്നത് ഒരുപക്ഷേ കേരളത്തിലെ നേതാക്കളിൽ വീണ്ടും പരിഗണന നൽകി ഇവിടെ ഗ്രൂപ്പിസം വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ? ഒന്ന്. മറ്റൊന്നുകൂടിയുള്ളത്, ഈ രാജീവ് ചന്ദ്രശേഖരന് മുന്നിലുള്ള വെല്ലുവിളി അതെത്ര വലുതായിരിക്കും? സൈത്ത്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സൈത്ത് പറഞ്ഞതുമായി ചേർത്ത് വെക്കണം. കാരണം നമുക്കറിയാം ഈ ഗ്രൂപ്പിസം എന്നുള്ളത് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം, BJPയെ സംബന്ധിച്ചിടത്തോളം. നേതാക്കളെല്ലാവരും 1, 2, 3 അല്ല, ഒരുപക്ഷെ 4, 5 ഗ്രൂപ്പുകൾ കേരളത്തിലെ BJPക്കുണ്ട് എന്ന് ചേർത്ത് വെക്കണം. പല നേതാക്കളും പല തട്ടിലാണ്. അവർക്കൊപ്പം ചില അണികളും മറ്റു ചില 2ാം നിര നേതാക്കളും ഒക്കെ ചേരുന്നൊരു പശ്ചാത്തലമാണ്. ഇത് പലതവണ കേന്ദ്ര നേതൃത്വം ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അവസാനിപ്പിക്കണമെന്നും പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ഒക്കെയുള്ള മുന്നറിയിപ്പുകൾ പലപ്പോഴും നൽകിയതാണ്. സുരേന്ദ്രൻ ദേശീയ അധ്യക്ഷനായ ശേഷവും സമാനമായ പരാതി ഇവിടെ ഉയർന്ന പശ്ചാത്തലമുണ്ട്. സുരേന്ദ്രൻ തന്റെ ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു, തന്റെ ആളുകളെ മാത്രം ചില സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിൽ പലപ്പോഴും പൊട്ടിത്തെറിയുടെ, പാലക്കാടൊക്കെ നമ്മൾ കണ്ടതാണ്, പലപ്പോഴും പൊട്ടിത്തെറിയുടെ വക്കിലെത്തുകയും പല പ്രധാനപ്പെട്ട നേതാക്കളും
പാർട്ടി വിടുകയും ഒക്കെ ചെയ്തതൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അതൊക്കെ വലിയ തോതിൽ ഇവിടുത്തെ BJP ദേശീയ നേതൃത്വത്തിന്റെ അതൃപ്തിക്ക് പാത്രമായിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇത് പൊളിക്കുക എന്നുള്ളത് സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരിക്കും. ഇവിടെ വർഷങ്ങളായി രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഭാഗമായി അധികാരത്തിൽ നിന്ന് പലപ്പോഴും BJP അകലെയാണ് എങ്കിൽ പോലും നമുക്കറിയാം സംസ്ഥാനത്ത് വലിയ ശക്തിയായി BJP വളർന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇവിടെ 20% വോട്ടുകൾ നേടിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും BJP വലിയ വോട്ട് വിഹിതം ഉയർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സമീപഭാവിയിൽ കേരളത്തിൽ ശക്തിയുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ അധികാരത്തിലേക്കൊക്കെ വരുന്ന രീതിയിലുള്ള പാർട്ടിയായി ഇത് മാറിയേക്കാം എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. രണ്ട് മുന്നണികൾക്കും വ്യക്തി ആരും നമുക്ക് എന്താ പ്രശ്നം? BJPയുടെ അധ്യക്ഷൻ സംബന്ധിച്ച സതീശന്റെ പ്രതികരണമാണ് വന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും അധ്യക്ഷൻ അവിടെ ആരായാലും പ്രശ്നമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചതെന്നാണ് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്തിന് തുടരാം, പറഞ്ഞു മതി. തീർച്ചയായും അത്തരത്തിൽ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഇവിടെ. ഇവിടുത്തെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. ഇനി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നേതാക്കൾ നമുക്കറിയാം. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സുരേന്ദ്രന്റെ ഈ 5 വർഷ ടേമിൽ അദ്ദേഹവുമായി അകന്നു നിൽക്കുന്ന പല നേതാക്കളുമുണ്ട്. സുരേന്ദ്രൻ മാറണം എന്ന് രഹസ്യമായി നമ്മളോട് പങ്കുവെക്കുന്ന പല നേതാക്കളുമുണ്ട്. സുരേന്ദ്രൻ മാറിയാലേ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ ഉണ്ടാകൂ എന്ന് വിശ്വാസം പുലർത്തുന്ന പല നേതാക്കളുമുണ്ട്. അവരൊക്കെ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു പുതിയ മുഖം വരുമ്പോൾ പാർട്ടിയുടെ വളർച്ച ആഗ്രഹിക്കുന്ന പലരും അങ്ങനെ സംഭവിച്ചേക്കാം. രഞ്ജിത്ത് ഒന്ന് തുടരുക.